ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായം 32-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഈശോ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ഒടുവിൽ ഏറ്റുവാങ്ങാൻ പോകുന്ന കുരിശുമരണത്തേക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ, ഏറ്റെടുക്കാൻ പോകുന്ന കുരിശിൻ്റെ ഭാരം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന വചനഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. നിങ്ങളെല്ലാവരും എന്നിൽ നിന്നും അകറ്റപ്പെടും, എല്ലാവരും താന്താങ്ങളുടെ വഴിയെ ചിതറിക്കപ്പെടും. ഞാൻ ഏകനാകും എന്ന് ലോകം മുഴുവനും ചിന്തിക്കാം, പക്ഷേ ഞാൻ ഏകനല്ല, കാരണം പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഈശോയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന വലിയൊരു ബോധ്യമാണ് നമ്മൾ അവിടെ കാണുക. വലിയ ഒരു പിതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചിരുന്ന ഈശോയുടെ വാക്കുകളാണ് നമ്മൾ ഈ തരുണത്തിൽ ശ്രദ്ധിക്കുക. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ ചിതറിക്കപ്പെടും, എല്ലാവരും ഇട്ടിട്ട് പോകും. സ്നേഹിക്കുന്നു എന്ന് കരുതിയവരും കൂടെയുണ്ടാകും എന്ന് ഉറപ്പ് തന്നവരും ഏത് അവസരത്തിലും സഹായിക്കാൻ ഒപ്പം ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയവരും എല്ലാവരും നമ്മളെ ഇട്ടിട്ട് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരാലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരനുഭവം, എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന സകലരും നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരനുഭവം. 2-ാമത്തെ കാര്യം, ഈശോ പറയുന്നു, നമ്മൾ ആരും ഒറ്റയ്ക്കല്ല, ആരും ഒറ്റയ്ക്കല്ല. കാരണം 3-ാമത്തേതായിട്ട് ഈശോ പറയുന്നു, സ്വർഗത്തിൻ്റെ സാന്നിധ്യം. സ്വർഗം നമ്മളെ സഹായിക്കാൻ കൂട്ടിനുണ്ടാവും. സ്വർഗത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ അരികിലുണ്ടാവും. പിതാവിൻ്റെ സാന്നിധ്യം, പുത്രൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങുന്ന, അല്ലെങ്കിൽ ഹൃദയവ്യഥകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലെല്ലാം സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് ഈശോ നമുക്ക് ഉറപ്പ് തരികയാണ്. പലപ്പോഴും തനിച്ചായി പോകുമ്പോഴാണ് സ്വർഗത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ നമുക്ക് അവസരം കിട്ടുക. സത്യമല്ലേ? വീട്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരും, സുഹൃത്തുക്കൾ എല്ലാവരും, സ്വന്തമെന്ന് കരുതിയവർ മുഴുവനും മാറി നിൽക്കുമ്പോഴല്ലേ സ്വർഗവാസികൾ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നത് അനുഭവിക്കാനും കാണാനും കേൾക്കാനൊക്കെ ഭാഗ്യം കിട്ടുക. ഒന്ന് ഓർത്തു നോക്കി, എത്രയോ അവസരങ്ങളിൽ പരിശുദ്ധ അമ്മ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ലേ? വിശുദ്ധ യൗസേ പിതാവ് പ്രാർത്ഥിച്ചു തീരും മുമ്പേ നിന്റെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്തിച്ചിട്ടില്ലേ? നിന്റെ പേരിന് കാരണഭൂതിയായ വിശുദ്ധ എത്രയോ പ്രാവശ്യം സഹായിച്ചിട്ടുണ്ട്. വിശുദ്ധര്, സ്വർഗവാസികള് മുഴുവനും നമ്മളെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധമാണ്. അവരെപ്പോഴും സഹായിക്കുന്നുമുണ്ട്. ആരും ഇല്ല എന്ന് തോന്നുമ്പോൾ, എല്ലാവരാലും ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ഈ സ്വർഗവാസികളുടെ സാന്നിധ്യവും അവരുടെ സഹായവും കൂടുതൽ നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. അത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ആ ഒരു വലിയ ബോധ്യത്തിൽ നമ്മൾ ഉറക്കുകയാണ്. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കും. നമ്മുടെ ആത്മീയ യാത്രയിൽ, സ്വർഗം ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ യാത്രയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 1-ാമത്തെ കാര്യം, ഈ ലോകത്തിൽ ആരിലും പ്രതീക്ഷ വെച്ചേക്കല്ല്. ഈ ലോകത്തിൽ ആരിലും ആശ്രയം വെച്ചേക്കല്ല്. ഒരാളും സഹായിക്കും എന്നുള്ള ഉറപ്പ് മരണം വരെ ഈ ആൾ എൻ്റെ കൂടെ ഉണ്ടാവും. ഒരിക്കലും പ്രതീക്ഷിച്ചേക്കല്ല്. 1-ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രയധികം സ്നേഹിക്കുന്ന ജീവിത പങ്കാളിയാണേലും, ചങ്കില് കൊണ്ട് നടക്കുന്ന മാതാപിതാക്കളാണേലും, തോളെ കൈയിട്ട് എല്ലാ സമയവും 24 മണിക്കൂറും കൂടെയുള്ള സുഹൃത്തുക്കളാണെങ്കിലും ഈ ലോകത്തിൽ നിന്ന് ആരുടെയും സഹായം നീ പ്രതീക്ഷിച്ചേക്കല്ല്. ഒരു കാരണവശാലും പ്രതീക്ഷിച്ചേക്കല്ല്. 2-ാമത്തെ കാര്യം, ലോകത്തിലുള്ള ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റുകയില്ല. അത് വലിയൊരു സത്യമാണ്. ഈ ലോകത്തിലുള്ള ആർക്കും നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ പ്രതീക്ഷകൾക്കൊപ്പം, നിന്റെ പ്ലാൻ അനുസരിച്ച്, നിന്റെ ആശയങ്ങൾക്കൊപ്പം നിന്നെ സഹായിക്കാൻ ഈ ലോകത്തിലെ ആർക്കും സാധ്യമല്ല. ഉറപ്പായിട്ടും സാധ്യമല്ല. അവർ പരിശ്രമിക്കുമായിരിക്കും ഒരു പക്ഷേ
ഒരു പരിധിക്കപ്പുറം നിന്നെ സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല. മൂന്നാമത്തെ കാര്യം, നിന്നെ സഹായിക്കാൻ സ്വർഗം സന്നദ്ധമാണ്. സ്വർഗം സന്നദ്ധമാണ്. ഈ വലിയ സത്യം ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്കല്ല. നിന്നെ സഹായിക്കാൻ സ്വർഗവും സ്വർഗവാസികളും എപ്പോഴും സന്നദ്ധമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് എപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവെങ്കിൽ, ഒന്നിൻ്റെയും അടിമയാകുന്നില്ല എങ്കിൽ, ആരുടെയും അടിമയാകുന്നില്ല എങ്കിൽ മനസ്സ് വളരെ ഫ്രീ ആണ്, മനസ്സ് വളരെ സ്വസ്ഥമാണ്, ശാന്തമാണ്. നമുക്ക് എത്ര ശക്തിയുണ്ടെന്നറിയോ? മനസ്സിന് എന്തോ ഒരു ബലമാണെന്നറിയോ? മനസ്സിലെ ഒന്നും ആരും അടിമപ്പെടുത്തുന്നില്ല, ഒരു വസ്തുതയും നമ്മളെ കീഴ്പ്പെടുത്തുന്നില്ല, ഞാൻ ഒന്നിൻ്റെയും അടിയിലായി പോകുന്നില്ല എന്ന ഒരു സത്യം നമുക്ക് ഉറക്കെ പറയാൻ പറ്റുന്നുവെങ്കിൽ അന്നേരം ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ മനസ്സ് എന്തൊരു ശക്തമാണ്. എന്തിനേയും നേരിടാനുള്ള കരുത്തില്ലേ നമുക്ക്? ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ അങ്ങനെ അത് അനുഭവപ്പെടുന്നില്ല. മനസ്സിൻ്റെ ബലമൊക്കെ പോയി. എന്തേ കാരണം? എന്തെങ്കിലും നമ്മളെ അടിമപ്പെടുത്തിയിട്ടുണ്ടോ? ആരെങ്കിലും നമ്മളെ അടിമപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചിന്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധം, എന്തെങ്കിലും സഹോദര സഹോദരി നിന്നെ തളർത്തുന്നുണ്ടോ? നിന്നെ അടിമയാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇല്ലായെങ്കിൽ നീ വല്ലാതെ തകർന്നു പോകും എന്നാണോ ചിന്തിക്കുന്നത്? ഇന്ന ഒരാളില്ലായെങ്കിൽ വീട്ടിൽ അപ്പച്ചൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യം, ജീവിത പങ്കാളിയുടെ സാന്നിധ്യം എന്തെങ്കിലും അവർക്ക് സംഭവിച്ചാൽ ഇനി എങ്ങനെ ജീവിക്കും? അങ്ങനെയാണോ നീ കരുതുന്നത്? അങ്ങനെയാണോ നീ ഭയപ്പെടുന്നത്? ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലായെങ്കിൽ നീ മൊത്തം തകർന്നു പോകും, അങ്ങനെയാണോ നീ കരുതുക? സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടാൽ നിന്റെ ജീവിതം മുഴുവനും തകർന്നു എന്നാണോ നീ കരുതുക? ആരോഗ്യം നഷ്ടപ്പെട്ടാൽ മുഴുവനും തകർന്നു, അങ്ങനെ ചിന്തിച്ച് മരിച്ചാൽ മതി എന്ന് പോലും കരുതുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതുന്ന, നമ്മൾ ഏറ്റവും അധികം വിലപിടിച്ചത് അല്ലെങ്കിൽ വളരെയധികം മൂല്യമുള്ളത് എന്നൊക്കെ കരുതി കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ കർത്താവ് ഒരു നിമിഷം പിൻവലിച്ചാൽ നമ്മൾ തകർന്നു പോകുന്നു എന്നാണ് കരുതുന്നത് എങ്കിൽ ഞാൻ എന്തിൻ്റെയോ ആരുടെയോ ഒരടിമയാണ്. ഈ അടിമത്തം അങ്ങ് അവസാനിപ്പിച്ചിട്ട് അതിൽ നിന്ന് ചാടി പുറത്ത് കടക്കാൻ കഴിഞ്ഞാൽ നീ ശക്തനാണ് കുഞ്ഞെ, നീ ശക്തയാണ്. നീ വലിയ വിധത്തിൽ എന്തിനേയും നേരിടാനുള്ള ഒരു ആത്മകരുത്ത്, ആത്മബലം നീ നേടിയെടുക്കുകയാണ്. സ്വർഗം നിന്നെ സഹായിക്കാൻ അരികിലുണ്ടാവും. സ്വർഗവാസികൾ നിന്റെ കൂട്ടത്തിൽ നടക്കാൻ, എപ്പോഴും നിന്റെ അരികിലുണ്ടാകാൻ അവർ തയ്യാറാണ്. ആ സാന്നിധ്യം നീ അനുഭവിച്ചാലുണ്ടല്ലോ, പിന്നെ നീ മനസ്സ് മടുക്കുകയല്ല, പിന്നെ നീ മനസ്സിൽ താല്പര്യക്കുറവ് നിനക്ക് അനുഭവപ്പെടത്തില്ല, പിന്നെ ജീവിതം വേണ്ട എന്ന് നീ പറയത്തില്ല. ഒരു ദിവസവും എങ്ങനെയാ കടന്നു പോവുക, എത്ര സമയം, ഇത് നീങ്ങുന്നില്ലല്ലോ സമയം, ഈ ജീവിതം എങ്ങനെയാ തള്ളി നീക്കേണ്ടത്, ഇങ്ങനത്തെ ചിന്തകളൊന്നും പിന്നെ മനസ്സിലില്ല. കാരണം സ്വർഗം മുഴുവൻ നമ്മുടെ കൂട്ടത്തിൽ, സ്വർഗവാസികൾ മുഴുവൻ നമ്മുടെ കൂട്ടത്തിൽ. ക്രിസ്താനുകരണത്തിൽ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവികമായത് അല്ലെങ്കിൽ ദൈവം തന്നെ അല്ലാതെ മറ്റൊന്നും നിനക്ക് നിന്റെ മനസ്സിൽ ഏറ്റവും പ്രിയമുള്ളത് അല്ലെങ്കിൽ വലിയ വിധത്തിൽ മൂല്യമുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത് നീ ഒരിക്കലും നീ കരുതിയേക്കരുത്. ദൈവമല്ലാതെ സൃഷ്ടവസ്തുക്കളിൽ ഒന്നിലും നീ ഒരിക്കലും ആശ്വാസം തേടരുത്. ക്രിസ്ത്യാനികരണത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, സൃഷ്ടവസ്തുക്കളിലോ ഈ പ്രപഞ്ചത്തിലെ ആരിലും നീ ഒന്നിലും ആശ്വാസം തേടാൻ, സമാധാനം കണ്ടെത്താൻ നീ ഇടവരല്ല. അതിനുള്ള പരിശ്രമം ഒരിക്കലും നിനക്ക് ഉണ്ടാകരുത് എന്ന് ക്രിസ്ത്യാനികരണം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ വിശുദ്ധര്, സ്വർഗത്തിൽ എത്തിച്ചേർന്ന വിശുദ്ധര് ഇങ്ങനെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും, കുഞ്ഞെ നീ സ്വർഗത്തിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നീ തിരഞ്ഞെടുത്തിട്ടുള്ള വഴിയെ തനിയെ നടക്കാൻ ശ്രദ്ധിക്കണം. തനിച്ചേ ഉണ്ടാകത്തുള്ളൂ, കൂട്ടിനാരും ഉണ്ടാകത്തില്ല, ആരും നിന്നെ സഹായിക്കുകയല്ല. തനിച്ച് നീ യാത്ര ചെയ്യാൻ ഒരുങ്ങിക്കൊള്ളുക, തനിച്ച് യാത്ര ചെയ്യാൻ ഒരുങ്ങിക്കൊള്ളുക. സഹായം ഉണ്ടാകത്തില്ല, ആശ്വാസം ലഭിക്കത്തില്ല. ഒരു സഹായവും ആശ്വാസവും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ ധൈര്യമായി നീ മുന്നോട്ട് പോയിക്കൊള്ളുക. വിശുദ്ധർ അങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരിക. എല്ലാ സമയവും, ഏത് സമയവും വിശുദ്ധരുടെ സാന്നിധ്യം നമുക്ക് വലിയ ഒരു ബലം തന്നെയാണ്, നമുക്ക് വലിയ ഒരു ശക്തി തന്നെയാണ്. സ്വർഗത്തിൻ്റെ സാന്നിധ്യം നമ്മളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റും. വിശുദ്ധ ഫ്രാൻസിസ് പവോളയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഓർക്കുകയാണ്. വിശുദ്ധൻ ഏറെ ദൈവത്തെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ഉണ്ടായിരുന്നത് മുഴുവനും ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ച് സകലതിനെയും ഉച്ചിഷ്ടം പോലെ കരുതി ഒരു വെല്ലുവിളി പോലെ ജീവിതത്തെ കണ്ടുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ പുറകെ ഇറങ്ങി വന്നവനാണ് വിശുദ്ധ ഫ്രാൻസിസ് പവോള.
ദാരിദ്ര്യമൊക്കെ ഏറെ സ്വീകരിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ഒരു മടിയില്ല. ഈശോയെ എങ്ങനെ സ്നേഹിക്കാവോ അങ്ങനെ സ്നേഹിക്കാൻ പരിശ്രമിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥനയും ദാരിദ്ര്യ അരൂപിയും ഒരുപാട് സ്നേഹവും അടങ്ങാത്ത ആവേശമൊക്കെ മനസ്സിൽ സ്വീകരിച്ച ഈ വിശുദ്ധൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ യുവാക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേരാൻ തുടങ്ങി. സന്യാസ ജീവിതം ആരംഭിച്ചിട്ട് ഇവർ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. കുറേ അധികം പേരായപ്പോൾ താമസിക്കാൻ സ്ഥലമില്ലാണ്ടായി. എവിടെ കൊണ്ട് താമസിപ്പിക്കും? ഇവരെവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിടത്തണ്ടേ? ഇവർക്ക് വേണ്ടതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ? അത്യാവശ്യം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒന്ന് വേണമല്ലോ. അങ്ങനെ തീരുമാനമായി, കൊച്ചു ഭവനം പണിയാൻ തീരുമാനമായി. ഇവരെല്ലാവരും കൂടെ, സന്യാസികളെല്ലാവരും കൂടെ ഒരു കൊച്ചു ഭവനം താമസിക്കാൻ, സൗകര്യങ്ങൾ അധികം ഒന്നുമില്ല, വളരെ അത്യാവശ്യമുള്ളത് മാത്രം പണിയാൻ ആരംഭിക്കുകയാണ്. ചെറിയൊരു പ്ലാനൊക്കെ വരച്ച് അവരൊരു ചെറിയ വീടിന് തുടക്കം കുറിക്കുകയാണ്, പണി ആരംഭിക്കുകയാണ്. അങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു അപരിചിതൻ ഇവരുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന പണികളെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വീക്ഷിച്ചു. എന്തൊക്കെയാണ് നടക്കണത്, ആരൊക്കെയാണ് ചെയ്യണത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണത്, വളരെ വ്യക്തമായിട്ട് അതൊക്കെ സൂക്ഷ്മ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഫ്രാൻസിസ് പവോളയെ വിളിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, സഹോദര, അത്യുന്നതനായ സർവശക്തൻ്റെ ശുശ്രൂഷയ്ക്കും മഹത്വത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു കെട്ടിടം, ഈ ഒരു ആലയം, ഈ ഒരു ഭവനം നീ പണിയുന്നത് എങ്കിൽ ഇത്രയും ചെറിയ ഒരു പ്ലാൻ വരച്ചത് എന്തേ? ഇത്രയും ചെറിയ ഒരു ആലയം പണിയുന്നത് എന്തേ? എന്തേ നീ വലുത് പണിയാത്തത്? എന്തേ നീ ഇതിലും അല്പം കൂടെ ഉയർന്ന ഒരു ചിന്ത നിന്റെ മനസ്സിലില്ലാത്തത്? ഉടനെ ഫ്രാൻസിസ് പവോള പറഞ്ഞു, അയ്യോ അത് നടക്കുകയില്ല, കാരണം മറ്റുള്ളവർ സഹായിച്ചിട്ടാണ് ഇത്രയും തന്നെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പരിധിക്കുള്ളിൽ ഇത്രേ പറ്റത്തുള്ളൂ, ഇതിലപ്പുറം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഫ്രാൻസിസ് പവോള എന്ന വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപരിചിതൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ആ പ്ലാൻ ഇങ്ങോട്ട് എടുത്തോട്ട് വാ. ഇപ്പോൾ നിങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ആ കൊച്ചു പ്ലാൻ അത് ഇങ്ങോട്ട് എടുത്തോണ്ട് വാ, ഞാനത് കീറിക്കളയാൻ പോവാണ്. ഒരു പ്ലാൻ ഞാൻ ഈ മുറ്റത്ത് വരയ്ക്കാൻ പോവാണ്. ആ പ്ലാൻ അനുസരിച്ച് വേണം കെട്ടിടം പുതിയതായിട്ട് പണിയാൻ. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ഈ പണിതെല്ലാം തകർത്ത് കളയണം, എന്നിട്ട് വരച്ചു തരാൻ പോകുന്ന ഈ പ്ലാൻ അനുസരിച്ചിട്ട് പുതിയതായിട്ട് നീ പണിയണം. ഫ്രാൻസിസ് പവോള ആകെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇനി എന്നാ ചെയ്യാൻ പറ്റും? ഇത് പൊളിച്ചു കളഞ്ഞാൽ ബാക്കി എവിടെ നിന്ന് കാര്യങ്ങൾ നടക്കും? പുതിയത് പണിയാൻ അത്രയും പൈസ കയ്യിലില്ല, എന്തു ചെയ്യും? മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു വലിയ മനക്ലേശം നേരിടുകയാണ്. ആരെ സമീപിക്കും? ആരോട് സഹായം ചോദിക്കും? എങ്ങനെ പണി പൂർത്തിയാക്കും? മനസ്സിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടുകയാണ്. ഈ വന്ന വ്യക്തി, അപരിചിതനായ വ്യക്തി എന്ത് ചെയ്തെന്നറിയോ? ആ പ്ലാൻ ഇങ്ങോട്ട് വാങ്ങിയിട്ട് അത് കീറി കളഞ്ഞു. നിമിഷ നേരം കൊണ്ട് അതങ്ങ് കീറിക്കളഞ്ഞു. എന്നിട്ടോ അവിടെ നിലത്ത് വലിയൊരു കെട്ടിടത്തിൻ്റെ പ്ലാൻ വരയ്ക്കുകയാണ്. ഇവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലൊരു വലിയ പ്ലാൻ. എന്നിട്ട് പറഞ്ഞു, ദൈവം ഈ പ്ലാൻ പൂർത്തീകരിക്കാൻ വേണ്ട കഴിവും ശക്തിയും നിങ്ങൾക്ക് തരും. ദൈവത്തിൻ്റെ കരം ഇവിടെ പ്രവർത്തിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും. അത്രയും പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് നോക്കിയപ്പം ഈ അപരിചിതനെ കാണുന്നില്ല. ഏതിലെ പോയെന്ന് അറിയത്തില്ല, തെക്കോട്ട് പോയോ വടക്കോട്ട് പോയോ, ആളെ കാണുന്നില്ല. ഇവർക്കാകെ അതിശയമായി, എവിടെ പോയി, ഇത് ആരാ ഇത്? ഇവർക്കാകെ ഒരു അസ്വസ്ഥത, ഒരു ആരോടും പറയാനും പറ്റത്തില്ല. മനസ്സിങ്ങനെ ക്ലേശിച്ചിരുന്നപ്പോൾ ഇവർക്ക് ബോധ്യമായി, ഇത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെയാണ്. ഫ്രാൻസിസ് അസീസിയോട് ഇവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു, ഇവർ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഇവർക്ക് വലിയൊരു മാതൃക കൂടിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഇവർക്ക് മനസ്സിലായി, ഇത് ഫ്രാൻസിസ് അസീസി തന്നെയാണ് ഇവരുടെ അരികിൽ വന്ന് ഇത്രയും വലിയൊരു കാര്യം ഇവരോട് പറഞ്ഞത്. സർവശക്തനായ അത്യുന്നതൻ്റെ ശുശ്രൂഷയ്ക്കും മഹത്വത്തിനും വേണ്ടിയിട്ടാണ് നീ ഈ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതെങ്കിൽ എന്തേ ഇത്ര ചെറുത് പണിയുന്നത്? എന്തേ ഇത്ര ചെറിയ ഒരു കാര്യം നീ പ്ലാൻ ചെയ്യുന്നത്? ഇതിലപ്പുറം വേണമല്ലോ. ഈ ഒരു വലിയ ചിന്ത ഫ്രാൻസിസ് പവോളയുടെ ജീവിതത്തെ, ആ ചിന്തകളെ അങ്ങ് മാറ്റിമറിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ പൊളിച്ചു കളഞ്ഞു, പണിതെടുത്തോളം മുഴുവൻ തകർത്ത് കളഞ്ഞു. പുതിയ പ്ലാൻ അനുസരിച്ച് പുതിയ കെട്ടിടം പണി ആരംഭിക്കുകയാണ്. അത്ഭുതം എന്നോണം അവരുടെ പ്രതീക്ഷകളെ മുഴുവൻ കടത്തിവെട്ടുന്ന രീതിയിൽ പലയിടത്തു നിന്നാണ് സഹായങ്ങൾ വരുന്നത്. പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് ധനസഹായം വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതം എന്ന പോലെ ആ കെട്ടിടം അവിടെ ഉയർന്നു വന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ കാണുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിക്കപ്പുറം, നമ്മുടെ കഴിവുകൾക്കപ്പുറം പ്രവർത്തിക്കാൻ സ്വർഗം സന്നദ്ധമാണ്.
ഈ ലോകത്തിൽ ആരുടെയും സഹായം നീ പ്രതീക്ഷിച്ചേക്കല്ല. ഈ ലോകത്തിൽ ആരും നിന്നെ സഹായിക്കും എന്ന് നീ കരുതിയേക്കല്ല. ജീവിത പങ്കാളി പറ്റത്തില്ല. നിന്റെ മാതാപിതാക്കൾ കുഞ്ഞുനാളിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട്. നിന്നെ അവർ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്നെ വളർത്തിയിട്ടുണ്ട്, നിന്നെ ഉയർത്തിയിട്ടുണ്ട്. ഒരു പരിധിക്കപ്പുറം അവർക്കും നിന്നെ സഹായിക്കാൻ പറ്റുകയില്ല. അവർക്ക് തരാവും പറ്റുന്നതൊക്കെ തരാൻ പറ്റത്തുള്ളൂ. അതിലപ്പുറം അവർക്ക് സാധിക്കില്ല. മക്കള് ഒത്തിരി കഷ്ടപ്പെട്ട് നീ വളർത്തിയില്ലേ, ആ മക്കളും നിന്റെ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ, നിന്റെ ഏകാന്തതയുടെ അവസ്ഥയിൽ അവർക്ക് നിന്റെ അടുത്ത് വന്ന് നിന്നെ ശുശ്രൂഷിക്കാനോ നിന്നെ സഹായിക്കാനോ പറ്റത്തില്ല. അവരുടെ അവസ്ഥകൾ അങ്ങനെയാണ്. അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ കുടുംബം, അവരുടെ അവസ്ഥകൾ, അവർക്ക് നിന്റെ അടുത്ത് വന്ന് നിന്നെ ശുശ്രൂഷിക്കാൻ സഹായിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറയും, കുഞ്ഞെ, നീ ഒരുക്കി വെച്ചിട്ടുള്ള ആ ചെറിയ പ്ലാനില്ലേ, അത് കീറിക്കളയി. ഇതാ സ്വർഗം നിനക്ക് വരച്ചു തരാൻ പോകുന്നൊരു പ്ലാനുണ്ട്. സ്വർഗം നിനക്ക് വരച്ചു തരാൻ പോകുന്ന ഒരു പദ്ധതി, ഒരു പ്ലാൻ. ആ പ്ലാനാണ് ഇനി പൂർത്തീകരിക്കേണ്ടത്. സ്വർഗവാസികളോട് കൂടെ സ്വർഗത്തിൻ്റെ സഹായത്തോടെ നീ മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതങ്ങൾ എന്നും നീ കണ്ടുകൊണ്ടിരിക്കും, അടയാളങ്ങൾ എന്നും നീ കണ്ടുകൊണ്ടിരിക്കും. ഈശോ പറഞ്ഞത് അത് തന്നെയാണ്. എല്ലാവരും എന്നിൽ നിന്ന് ചിതറിക്കപ്പെടും, എല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകും. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഏകനല്ല. എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലേലും എനിക്കത് വിഷയമല്ല. എൻ്റെ കൂടെ ആരുണ്ടായാലും ഇല്ലേലും വിഷയമല്ല. ഈശോ അങ്ങനെയാ പറയുക. വിശുദ്ധ ഫൗസ്റ്റീന ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു വെച്ചു, എൻ്റെ മനക്ലേശങ്ങളിൽ, എൻ്റെ വേദനകളിൽ ആര് എൻ്റെ കൂടെ ഉണ്ടെന്നോ ആര് എന്നോടൊപ്പം ഇല്ല എന്നോ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. എനിക്കത് ശ്രദ്ധയുടെ വിഷയമേ അല്ല. എൻ്റെ സഹനങ്ങളിൽ, എൻ്റെ വേദനകളിൽ എൻ്റെ ശാന്തതയും സമചിത്തതയും ഞാൻ കൈവിടില്ല, ഞാൻ നഷ്ടപ്പെടുത്തില്ല. പരീക്ഷണങ്ങളുടെ സമയത്ത് കർത്താവിൻ്റെ കരം ഞാൻ കാണും. സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ആ തിരുമുറിവുകളിൽ ഞാൻ അഭയം തേടും. ഒരു കാര്യം ഉറപ്പാണ്, ഫൗസ്റ്റീന വിശുദ്ധ പറയാൻ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ലോകത്തിൽ മറ്റെല്ലാം മാറും, പക്ഷെ സഹനങ്ങൾ ഒരിക്കലും മാറുകയല്ല. സഹനങ്ങൾ ഒരിക്കലും മാറുകയല്ല, വേദനകൾ ഒരിക്കലും മാറുകയല്ല. ഞാൻ അതിൽ ആനന്ദിക്കുന്നു. ഫൗസ്റ്റീനയുടെ വാക്കുകൾ നമുക്ക് വലിയൊരു ശക്തിയായിട്ട് മാറട്ടെ. ആരെൻ്റെ കൂടെ ഉണ്ടെന്നോ ആരെൻ്റെ കൂടെ ഇല്ല എന്നോ ഞാൻ ചിന്തിക്കുന്നില്ല, അതെനിക്ക് വിഷയമല്ല. കാരണം സ്വർഗം എൻ്റെ സഹായത്തിനുണ്ട്, സ്വർഗം എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെയുണ്ട്. ഒരു സഹോദരി പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ മക്കളെ വളർത്തി. അവർ 10ാം ക്ലാസ്സിലെ പഠനത്തിനൊക്കെ ശേഷം ഉയർന്ന വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ്. ജോലി കാരണങ്ങളാൽ അവർ സ്വന്തം ദേശത്തു നിന്ന് മാറി മറ്റൊരു ദേശത്താണ് താമസിക്കുക. കുടുംബം ഒന്നിച്ച് മറ്റൊരു ദേശത്താണ് താമസിക്കുക. നല്ല മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. ഒത്തിരി വിശുദ്ധിയും സ്നേഹവും നിഷ്കളങ്കതയൊക്കെയുള്ളൊരു കുടുംബമാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് വല്ലാത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുകയാണ്. വല്ലാത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇവർ മറ്റുള്ളവരോടൊന്നും പറയാൻ ഒരു അഭിമാന ബോധം സമ്മതിക്കുന്നുമില്ല. ആരെയും അറിയിക്കാതെ കുറേയൊക്കെ സഹിച്ചു. പക്ഷേ വല്ലാത്ത നിവൃത്തിക്കേടായി തുടങ്ങി. മുന്നോട്ട് ഒരടി വയ്ക്കാൻ പറ്റാത്തൊരു വിഷമം, അതുപോലത്തെ സാഹചര്യങ്ങളായി. അടിസ്ഥാന കാര്യങ്ങൾ, ഭക്ഷണം അല്ലെങ്കിൽ താമസം, അതിന് പോലും വിഷമിക്കാൻ തുടങ്ങി. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് കടബാധിതയായി. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ മൂത്ത മകന് അവൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിന് 1-2 ആഴ്ചയ്ക്കുള്ളിൽ 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ആരോട് ചോദിക്കും? ചോദിക്കാവുന്നിടത്തൊക്കെ ചോദിച്ചു, ഒരുവിധമൊക്കെ കടമായി. ഇനി ചോദിക്കാൻ ആൾക്കാരില്ല, ചോദിക്കാനുള്ള ധൈര്യവും കിട്ടുന്നില്ല. ഈ ഒരു പൈസ 1 ലക്ഷം രൂപ കിട്ടിയില്ല എങ്കിൽ അവൻ്റെ ഭാവി തന്നെയും അത് അപകടത്തിലാവും. ആ പഠനം ചെയ്തുകൊണ്ടിരിക്കുന്ന പഠനം അത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അതിനാൽ തന്നെ അവൻ്റെ ഭാവി ഇരുളടഞ്ഞതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ അമ്മയ്ക്ക് ഇത് വല്ലാത്ത ഒരു മാനസിക പീഡയായി. എൻ്റെ മകൻ്റെ ഭാവി നഷ്ടപ്പെടുവോ? ഈശോയെ മാത്രം വിളിക്കാൻ തോന്നുകയാണ്. വേറെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മുട്ടയിൽ നിന്ന് ഇറങ്ങുന്നേയില്ല. നിന്ന് പ്രാർത്ഥനയാണ്. കർത്താവേ, ആരിലും ആശ്രയിക്കാൻ തോന്നുന്നില്ല. ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഉന്നതങ്ങളിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. ദൈവമേ, നീ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സഹായം. പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇവർ ബാങ്കിൽ മറ്റെന്തോ ഒരു കാര്യത്തിൻ്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ബാങ്കിൽ ചെന്ന് പേപ്പേഴ്സൊക്കെ അങ്ങ് നോക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇവരുടെ ശ്രദ്ധയിൽ പെട്ടത്, മുൻപ് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും 1 ലക്ഷം രൂപ ഒരു 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവരുടെ പേരിൽ വന്ന് കിടക്കുകയാണ്. അത് ഇവരെ അറിയിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു പൈസ അവർ അയച്ചിട്ടുണ്ടെന്ന് ഇവർ അറിയിച്ചിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് കിട്ടേണ്ടതായിരുന്നു, അത് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരത് ശ്രദ്ധിച്ചിട്ടില്ല. അത് കിട്ടുകയില്ല, അതൊക്കെ നഷ്ടം വന്നു പോയി. അങ്ങനെയാണ് ഈ സഹോദരങ്ങൾ കരുതിയിരുന്നത്. കൃത്യം ഈ ആവശ്യ സമയത്ത് ഈ മകൻ്റെ
ഇങ്ങനെ പഠനത്തിൻ്റെ ആവശ്യ സമയത്ത് കൃത്യം 1,00,000 രൂപ ബാങ്കിൽ. ഈ സഹോദരി ഉടനെ തന്നെ ഫോൺ ചെയ്തിട്ട് പറയുമായിരുന്നു, സിസ്റ്ററെ ഇത് സ്വർഗത്തിൽ നിന്ന് തന്ന 1,00,000 രൂപയാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്ന പൈസയാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പൈസ ഈ സമയത്ത് ഞങ്ങൾക്ക് കിട്ടാൻ ഒരു യോഗ്യതയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൈസ കിട്ടുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാൻ അങ്ങനെ കരുതാൻ പറ്റില്ല. പക്ഷെ അത് ദൈവം ഞങ്ങൾക്ക് തന്നതാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ സ്വർഗം സഹായിക്കാൻ കൂടെ ഉണ്ടാവും. നിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും, ആത്മീകമായ ആവശ്യമാകട്ടെ ഭൗതികമായ ആവശ്യമാകട്ടെ, സഹോദര സഹോദരി, നിൻ്റെ കുടുംബത്തിൻ്റെ, നിൻ്റെ സ്ഥാപനത്തിൻ്റെ, നിൻ്റെ ഏതൊരു മേഖലയിലും നിന്നെ സഹായിക്കാൻ നിൻ്റെ കർത്താവ് കൂടെയുണ്ട്. നിൻ്റെ കർത്താവ് നിൻ്റെ അരികിലുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം എല്ലാ സമയവും നിന്നെ സഹായിക്കാൻ നിൻ്റെ കൂട്ടത്തിലുണ്ട്. വിശുദ്ധരൊക്കെ ഈ സാന്നിധ്യം അനുഭവിച്ചാണ് അവർ ശക്തരായത്. അങ്ങനെ ആ സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഏറ്റുവാങ്ങിയാണ് അവർ പടിപടിയായി സ്വർഗത്തിലേക്ക് എത്തിയത്. എളുപ്പമല്ല ഈ ജീവിതത്തിൽ. പലപ്പോഴും ശ്രദ്ധ സ്വർഗത്തിൽ നിന്ന് മാറി, സ്വർഗവാസികളിൽ നിന്ന് മാറി ഈ ലോകത്തിലുള്ളവയിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ മാറാൻ സാധ്യതയുണ്ട്. എളുപ്പം വീണുപോകും. നമ്മൾ അങ്ങനെയല്ലേ ആഗ്രഹിക്കും നമ്മൾ, പക്ഷെ നമ്മൾ എളുപ്പം വീണുപോകും. എത്ര പെട്ടെന്നാണ് നമ്മുടെ മനസ്സ് വീണു പോണത്, എത്ര പെട്ടെന്നാണ് നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം നമ്മളെ സഹായിക്കും. എത്ര പ്രാവശ്യം നീ വീണാലും, ഇതിനു മുൻപ് 1000 പ്രാവശ്യം നീ വീണു പോയിട്ടുണ്ടെങ്കിലും എഴുന്നേൽക്ക് കുഞ്ഞ്, നീ എഴുന്നേൽക്ക്. നീ ഒറ്റയ്ക്കല്ല, നീ തളരരുത്, നീ ധൈര്യമായിട്ടിരിക്കുക. സ്വർഗം നിന്നെ സഹായിക്കാൻ അരികിലുണ്ടാവും. ഏത് അസാധ്യമെന്ന് കരുതുന്ന കാര്യമാണെങ്കിൽ പോലും നിന്നെ സഹായിക്കാൻ സ്വർഗത്തിൻ്റെ സാന്നിധ്യമുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്. വിശുദ്ധ ബെനഡിക്റ്റ് അവരുടെ സ്ഥലത്ത് അവരൊരു കെട്ടിടം ഇതുപോലെ പണിയാൻ ആരംഭിക്കുകയാണ്. പണിത് തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോലിക്കാർക്ക് മനസ്സിലാകും ഒരു വലിയ പാറ അവിടെയുണ്ട്. ഈ പാറയെ നീക്കാൻ എന്ത് ചെയ്താൽ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ട് ഈ പാറയെ അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല. പരിശ്രമിച്ചു, ആവോളം തോറ്റു തൊപ്പിയിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ചെന്നിട്ട് ബെനഡിക്റ്റിനോട് പറയുക, വിശുദ്ധനായ ബെനഡിക്റ്റ്, ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഈ പാറയെ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല, ഈ പാറയെ മാറ്റിയില്ലെങ്കിൽ പണി നടക്കുകയല്ല. ബെനഡിക്റ്റ് പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങോട്ടങ്ങ് ചെന്നു. എന്നിട്ട് എന്നാ ഉണ്ടായെന്നറിയാവോ? ബെനഡിക്റ്റ് ധൈര്യമായിട്ട് പാറയോട് പറഞ്ഞു, പാറേ ചലിക്ക്, ഇവിടെ നിന്ന് നീങ്ങിപ്പോ. ഒറ്റ കമാൻഡാണ്, ഒറ്റ കൽപ്പനയാണ്. ധൈര്യമുണ്ടോ പറയാൻ അങ്ങനെയൊക്കെ? ബെനഡിക്റ്റ് അങ്ങനെ പറഞ്ഞ പാടെ എന്തുണ്ടായെന്നറിയോ? പണിക്കാരെല്ലാവരും കൂടെ ആഞ്ഞു പിടിച്ചു. വളരെ ഈസി ആയിട്ട് ഒരു ചെറിയ കല്ല് എടുത്ത് മാറ്റുന്ന പോലെ പാറയെ അങ്ങ് നീക്കി വെച്ചു. എളുപ്പത്തിൽ പണി നടന്നു. അനങ്ങാപ്പാറകളെ പോലും നീക്കി വെക്കാൻ വിശുദ്ധ ബെനഡിക്റ്റിനൊക്കെ കഴിഞ്ഞെങ്കിൽ, വിശുദ്ധർക്ക് കഴിഞ്ഞുവെങ്കിൽ, നമ്മളും സ്വർഗവാസികളുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സാന്നിധ്യം എപ്പോഴും ആ കരം പിടിച്ച് മാത്രമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതുപോലെയുള്ള അനങ്ങാപ്പാറകളെയൊക്കെ നീക്കം ചെയ്യാൻ എളുപ്പം നമുക്ക് സാധിക്കും. എതിർപ്പുകൾ, അല്ലെങ്കിൽ നമ്മളെ അനുകൂലിക്കാത്തവർ, നമ്മുടെ കൂടെ നിൽക്കാത്തവരൊക്കെ ഒരുപാടുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാം, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാം. സ്വർഗം നിന്നെ സഹായിക്കാനുണ്ടാവും. സ്വർഗത്തിൻ്റെ സഹായം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. ഈ വലിയൊരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കാം. സ്വർഗത്തിൻ്റെയും സ്വർഗവാസികളുടെയും സാന്നിധ്യം എപ്പോഴും എനിക്ക് തരണേ. ഒറ്റപ്പെടുന്ന അവസരങ്ങളിൽ എന്നെ സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെച്ച് കണ്ണുകൾ ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ എന്നെ സഹായിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എളുപ്പം മനസ്സ് തളർന്നു പോകാവുന്ന ഞങ്ങളെ, എളുപ്പം മനസ്സിൻ്റെ ബലം ചോർന്നു പോകാവുന്ന ഞങ്ങളെ കൂടുതൽ ബലമുള്ളവരാക്കാൻ, കൂടുതൽ കരുത്തുള്ളവരാക്കാൻ, ശക്തമായ കാൽവെപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. എപ്പോഴും സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.